ഇന്ന് ലോക ഒബേസിറ്റി ഡേ ആണ്. ലോകം മുഴുവൻ അമിതവണ്ണമുള്ള ആളുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞാനിന്ന് നമ്മുടെ സെൻറ്ററിലെ ഒരു റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാരുടെയുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്തു തന്നിരുന്നു. പക്ഷേ അന്ന് ചേച്ചി ഒരു 10 കിലോ ആയിരുന്നു വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട സുഭാഷിണി ചേച്ചിയാണ്. സുഭാഷിണി ചേച്ചി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ചേച്ചി ഇവിടെ ആദ്യമായിട്ട് വരുന്ന ദിവസം ചേച്ചിയുടെ ബോഡിയുടെ ടോട്ടൽ വെയിറ്റ് 127,200 ആയിരുന്നു. എന്ന ചേച്ചി ഇന്ന് സുപ്രധാനമായ ഒരു നാഴികക്കല്ല് പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഇന്ന് രാവിലെ ഇപ്പോൾ ബോഡി വെയിറ്റ് നോക്കുമ്പോൾ 99 കിലോ 900 ഗ്രാം. അതായത് ചേച്ചിയുടെ ദീർഘകാലമുള്ള ഒരാഗ്രഹമായിരുന്നു 100 കിലോയ്ക്ക് താഴെ ശരീരത്തിൻ്റെ ബോഡി വെയിറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ചേച്ചിയുടെ നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് എല്ലാവരെ പോലെ, സാധാരണക്കാരെ പോലെ ചേച്ചിയും 100 കിലോയ്ക്ക് താഴെയുള്ള ബോഡി വെയിറ്റുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണ രീതിയിൽ, ഉറക്കത്തിൽ, ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാവധാനം ചേച്ചിയോട് ചോദിക്കാം. ഏതായാലും സുഭാഷ് ചേച്ചി, ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. കാരണം വളരെ ചെറിയൊരു കാലയളവിൽ, അതായത് വെറും ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ചേച്ചി ഏകദേശം 27 കിലോ ബോഡി വെയിറ്റ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇവിടെ വരുമ്പോൾ ചേച്ചി എങ്ങനെയായിരുന്നു, ചേച്ചിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോഴെങ്ങനെ തോന്നുന്നു, ഒന്ന് വിശദമായിട്ട് പറയാം. വരുമ്പോൾ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റൂലായിരുന്നു, കിടപ്പായിരുന്നു, ഉറക്കല്ലായിരുന്നു, വയറിനൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം എല്ലാം സുഖമായി. ഇവിടെ ഇപ്പോൾ വന്നതിൻ്റെ ഞാൻ വിചാരിച്ചില്ല എത്ര കുറയുന്നുള്ളത്. ഞാൻ നല്ലോണം വെയിറ്റ് കുറഞ്ഞ് എനിക്കിന്ന് നല്ല സന്തോഷമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു 5 കിലോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുമ്പോൾ, ഒരു 5 കിലോ നമ്മളിപ്പോൾ ഒരു റേഷൻ അരിയൊക്കെ തലയിൽ വെച്ച് പോകുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും പണ്ട് കഴുത്തുളുക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം അതൊന്ന് താഴെ വെക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ശാരീരിക സുഖം. അപ്പോൾ ഈ സുഭാഷിണി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം 27 കിലോ ശരീരത്തിലെ കൊഴുപ്പ് ശരീരത്തിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആശ്വാസം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ. അപ്പോൾ ചേച്ചി വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ചേച്ചിക്ക് കൂടുതൽ പറയാനും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നന്നായിട്ട് സംസാരിക്കുന്നതാണ്, പക്ഷേ ഇന്ന് വികാരത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം പറയാം, ചേച്ചിയുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റാണ്. വന്ന ദിവസം തന്നെ എന്നോട് പറഞ്ഞിരുന്ന കാര്യം, തീർച്ചയായിട്ടും എനിക്ക് വെയിറ്റ് കുറക്കണം സാറേ, കുറഞ്ഞതൊരു 100 കിലോയിൽ താഴെ പെട്ടെന്ന് എനിക്ക് കൊണ്ടുവരണം, അതിനുശേഷം എനിക്ക് ഐഡിയൽ വെയിറ്റ് എത്തണം, മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും എൻ്റെ ശരീരഭാരം കുറക്കണം, ആരോഗ്യത്തോടെ ഇനിയുള്ള കാലം ജീവിക്കണം. ഒത്തിരി സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് നൽകി. പ്രത്യേകിച്ചിട്ട് നമ്മുടെ പൊതുവെ അറിയാമല്ലോ, നമ്മുടെ കോച്ച് ജിജിന മാഡം പൊതുവെ പ്രത്യേകം കെയറിങ് ആയിരുന്നു നമ്മുടെ സുഭാഷിണി ചേച്ചിയുടെ കാര്യത്തിൽ. ആദ്യം തന്നെ അവരുടെ വീടൊക്കെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്തു, കുടുംബക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാനാണ് അവർക്ക് കൊടുത്തിരുന്നത്. അവരത് 100% പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തു. ഒരു ദിവസം പോലും ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും അവർ മാറിയില്ല. കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ അവർ ഫോളോ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കിട്ടിയ റിസൾട്ട്. ഫസ്റ്റ് മാസത്തിൽ തന്നെ അവർക്ക് ഏകദേശം ഒരു 10 കിലോന് മേലെ അവർക്ക് 30 ദിവസം കൊണ്ട് കുറക്കാൻ വേണ്ടി പറ്റിയിരുന്നു. 26 ദിവസം കൊണ്ട് തന്നെ 10 കിലോയുടെ മേലെ അവർക്ക് വെയിറ്റ് കുറക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ റിസൾട്ടും, അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്ററിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്ര ക്വിക്കായിട്ട് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്തിട്ട് ഇത്ര ഫാസ്റ്റായിട്ട് റിസൾട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ സെൻറ്ററിൽ 30, 40, 50 കിലോ ഒക്കെ വെയിറ്റ് കുറച്ചവരുണ്ട്. പക്ഷേ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ്. 3 മാസം വെറും 90 ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ഓർക്കണം. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ രീതികൾ, വെള്ളം കുടിക്കാൻ പറയുന്ന, ചില ദിവസങ്ങളിൽ 5 ലിറ്ററും 6 ലിറ്ററും ഒക്കെ ചില ദിവസങ്ങളിൽ അവരുടെ ബോഡിയുടെ ആ ഒരു സ്റ്റേജ് നോക്കിയിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലും അവർ കൃത്യമായിട്ട് വെള്ളം കംപ്ലീറ്റ് ചെയ്ത് വൈകുന്നേരം അറിയിക്കുമായിരുന്നു അവർ ആ വെള്ളം പൂർത്തിയാക്കി എന്നുള്ളത്. കൃത്യമായി എന്താണോ പറഞ്ഞത് അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഇത്രയും വർഷത്തെ പരിചയത്തിൽ ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു ഫാമിലി മെമ്പർ കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായ ഒരു വാശി ഉണ്ടെങ്കിൽ, കുറക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും. ഓരോ 10 കിലോ കുറയുമ്പോഴും ഞങ്ങൾ ഇതേപോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സുഭാഷിണി ചേച്ചിയെ കൂട്ടി വരും, അവരവരുടെ സന്തോഷം പങ്കിടും. ഇനി അടുത്ത ഗോൾ നമുക്ക് വെച്ചിരിക്കുന്നത് 90 കിലോ ആണ്. അപ്പോൾ 90 കിലോ
ആണ് സുഭാഷ് ചേച്ചിയുടെ നെക്സ്റ്റ് ടാർഗറ്റ്. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ എഫേർട്ടും സപ്പോർട്ടും സുഭാഷ് ചേച്ചിക്ക് കൊടുക്കും. കൂടെയുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അതുപോലെ ജിജിന മേഡത്തിൻ്റെയും ഇവിടെ വരുന്ന സെൻറ്ററിൽ വരുന്ന ഒത്തിരി ആളുകൾ അവരെല്ലാവരും പ്രോത്സാഹനം കൂടി ആയപ്പോഴാണ് സുഭാഷ് ചേച്ചിക്ക് വളരെ ഈസി ആയിട്ട് ഫാറ്റ് കുറക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം ഓക്കെയാണ്, കാലിൻ്റെ വേദന കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വയറ്റിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഗ്യാസ്, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, അതിനൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. പരിമിതമായ സൗകര്യത്തിനിടയിൽ നിന്ന് പോലും നന്നായി ശ്രമിച്ച് ആത്മാർത്ഥതയോടെ തൻ്റെ ലക്ഷ്യം നേടുന്നത് വരെ പിൻവലിയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ നമ്മൾ ഓരോരുത്തർക്കും മാതൃകയാണ്. കാരണം നമ്മുടെ സെൻറ്ററിലൊക്കെ വന്നിട്ട് കുറഞ്ഞ ദിവസം ഉപയോഗിച്ച് ഒരുപക്ഷെ 10 ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോകുന്ന, അല്ലെങ്കിൽ ഒരു 1 മന്ത് കൊണ്ട് നിർത്തിപ്പോകുന്ന, ഇട്ടേച്ച് പോയി പിന്നീട് ജീവിതശൈലി രോഗങ്ങളായി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. എത്രയോ പേര് ഇവിടെ വന്ന് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സ്ട്രോക്ക് വന്ന ആളുകളെ പോലും എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ അവർ കമ്മിറ്റഡായി ഡിസിപ്ലിൻഡായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് റിസൾട്ട്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും സുഭാഷ് ചേച്ചിയുടെ ആ ഒരു ഗോൾ, അതായത് ശരിക്കും സുഭാഷ് ചേച്ചിക്ക് വേണ്ടത് ഏകദേശം 50 kg ആണ്. 50 കിലോയിൽ എത്തുന്നത് വരെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും സുഭാഷ് ചേച്ചിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടാണ് എടുത്ത് പറയേണ്ടത്. കാരണം ഇവരുടെ വീട് നടുവട്ടത്താണ്. അപ്പോൾ നടുവട്ടത്ത് നിന്ന് നമ്മുടെ സെൻറ്ററിലേക്ക് വരിക എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. നമ്മൾ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് ടൗണിനകത്താണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അവർക്ക് ബസ് കയറാനൊക്കെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും ഒരു ദിവസം പോലും നമ്മുടെ സെൻറ്റർ ഞായറാഴ്ച മാത്രമാണ് അവധി. ആ ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യമായി നമ്മുടെ സെൻറ്ററിൽ വന്ന് ടൈമിന് വന്ന് ഇവിടെ ഇരുന്ന് സാവധാനം ഞങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കൃത്യമായി അവർ റിസൾട്ട് എടുത്ത് ഓരോ ദിവസവും ആകാംക്ഷയോടുകൂടി നമ്മുടെ വെയിറ്റ് നോക്കുന്ന മെഷീനിൽ കയറി നിന്ന് റിസൾട്ട് എടുത്തിരിക്കുന്ന സുഭാഷ് ചേച്ചിക്ക് ഇനിയും നല്ല നല്ല അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അവരുടെ ആ ഒരു ഗോൾ 50 കിലോ എന്ന ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ എഫേർട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് അവരുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടാണ്. കാരണം അവരുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മകനായിക്കോട്ടെ, അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്ര ദൂരം ഇവിടെ വന്ന് അവർക്ക് ഈ ഒരു ഫുഡ് എടുത്ത് പോകാനൊക്കെ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ റിസൾട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള, അതായത് അവർക്ക് വീട്ടുകാർക്ക് അറിയാം ഇതേപോലുള്ള അത്യാവശ്യം വണ്ണമുള്ള ഒരു വ്യക്തി അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് അവർ ശരിക്കും ബോധവാനാണ്. അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് കൊടുത്തതും. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ അതിനുവേണ്ടി മെനക്കെടുകയും എല്ലാ തരത്തിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ സപ്പോർട്ട് കൊടുത്ത് ഇപ്പോൾ സുഭാഷ് ചേച്ചി അവരുടെ ആദ്യ പ്രധാനപ്പെട്ട ഒരു വലിയൊരു സ്റ്റെപ്പ് അവർ റീച്ച് ചെയ്തിരിക്കുകയാണ്. എന്നോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും സുഭാഷ് ചേച്ചിയുടെ ഈ ഒരു വിജയത്തിൽ ഭാഗമാകണം. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. കാരണം സുഭാഷ് ചേച്ചി ഇന്നത്തേലും കൂടുതൽ ഫിറ്റായി ഷേപ്പായി നല്ല രീതിയിൽ റിസൾട്ട് എടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും സുഭാഷ് ചേച്ചിക്ക് നേരുന്നു. താങ്ക് യു സുഭാഷ് ചേച്ചി. താങ്ക് യു.